അപ്പോൾ ഞാൻ 21-ാം തീയതി മെയിൽ വന്ന അടിസ്ഥാനത്തിൽ ഞാൻ ബാങ്കിലേക്ക് ഒരു ഫോം, എപ്പോൾ പൈസ വന്നോ അപ്പോഴൊക്കെ ഒരു ഫോം ഞാൻ കൊടുക്കണം. SBIക്ക് എനിക്ക് കൊടുക്കേണ്ട വിഷയമുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുമോയെന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കുറിപ്പെങ്കിലും എഴുതാത്ത വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫേസ്ബുക്കൊന്നും യൂട്യൂബൊന്നും ഇതെല്ലാം വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് എല്ലാവർക്കും അതിന് സാധിക്കാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എളുപ്പം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അതിലൊരു വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടാൽ പോലും വരുമാനം കിട്ടും. അതാണ് ഫേസ്ബുക്കിന്റെ ഒരു പ്രത്യേകത. പ്രായം ചെന്നവരടക്കം ഫേസ്ബുക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നിരവധി വീഡിയോകളും അതുപോലെ തന്നെ പോസ്റ്റുകളും കുറിപ്പുകളും എഴുതിയിട്ടും ഒരു വരുമാനവും കിട്ടാത്തവരും ഉണ്ട്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ആദ്യമായി വേണ്ടത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് വളരെ കൃത്യമായിരിക്കണം. ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ അഡ്രസ്സ് ആധാർ, പാൻ കാർഡ് അതുപോലെ എല്ലാറ്റിലും ഒരേ അഡ്രസ്സ് ആയിരിക്കണം. ചില അഡ്രസ്സുകൾ ചിലപ്പോൾ സ്പെല്ലിംഗ് തെറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ മാറ്റം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മളെ പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടാകും. സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന എല്ലാ മെയിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. നമ്മളെ മെയിൽ ID, പാസ്വേഡ് ഇത് മറക്കാതെ കൃത്യമായി എഴുതി വെക്കണം. മിക്ക ആളുകൾക്കും നമ്മളെ ഫേസ്ബുക്കിന്റെ ID യോ പാസ്വേഡോ ഓർമ്മയുണ്ടാവില്ല, അതെന്താന്ന് പോലും അറിയാത്തവരുണ്ട്. നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതായത് നമ്മുടെ പ്രൊഫൈൽ എടുക്കുക, അതിലൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും. ഫോണിന്റെ ഇടതുവശം ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ടാവും, ഡാഷ്ബോർഡ് എഴുതിയിട്ടുണ്ടാവും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ മുഴുവൻ ഫേസ്ബുക്ക് എന്ന് അറിയാൻ പറ്റും. നമ്മുടെ പേജ് ആണെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് കാണാം. ഫേസ്ബുക്ക് തന്നെ പ്രൊഫൈലും പേജും ഉണ്ട്, രണ്ടും വ്യത്യസ്തമാണ്. പേജ് വേറെ, പ്രൊഫൈൽ വേറെ. യൂട്യൂബിലാണെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ആപ്പും കൂടി അഡീഷണൽ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കണം. YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അതിലാണ് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കിട്ടുക. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. യൂട്യൂബ് തുറക്കുക, അതിൽ നിങ്ങളെ ആവശ്യം എന്താണെന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോഷ്യൽ മീഡിയയിലെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിരവധി ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ നിരവധി വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എല്ലാ സംശയങ്ങളും അവിടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആദ്യം കണ്ട ഒരു വീഡിയോ ക്ലിപ്പില്ലേ, അദ്ദേഹം ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വന്ന ഒരു പ്രശ്നം, അക്കൗണ്ടിലേക്ക് ഡോളർ വന്നു, പക്ഷെ അത് ക്യാഷായി ഇന്ത്യൻ കറൻസി ആയിട്ട് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ SBIയിലാന്ന് പറഞ്ഞത്. അപ്പോൾ ബാങ്കിലേക്ക് പോയി അവിടുന്ന് ലെറ്റർ കൊടുക്കേണ്ട വന്നു, ഒരുപാട് പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളൊന്നും എനിക്കുണ്ടായില്ല. കാരണം ഡോളർ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറണമെങ്കിൽ അതിന്റെ സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞ ഒരു കോഡ് ഉണ്ട്. അത് ബാങ്കിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് ഇതിൽ നമ്മളെ ബാങ്ക് ഡീറ്റെയിലിന്റെ പേരും കൊടുക്കേണ്ടതാണ്. അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും, എന്നാണ് അതിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോൾ മെയിൽ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളെ ക്യാഷ് വന്നിട്ടുണ്ടാവും, നമ്മളെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ കറൻസി ആയി മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ വാച്ചിങ് ടൈമും ഫോളോവർ എല്ലാം ആയിട്ട് മോണിറ്റേഷൻ ആകുന്ന ആ സമയം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ആ ഡേറ്റ് അങ്ങ് കട്ടായി പോകും. ആ ഡേറ്റ് ആകുന്നത് തന്നെ നോക്കി നിൽക്കണം. അതുപോലെ വാച്ച് അവർ ആകുന്നത് നോക്കി നിൽക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളെ മെയിലും അതുപോലെ തന്നെ നമ്മളെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇത് വാച്ച് ചെയ്താൽ മാത്രമേ നമ്മളെ ഉദ്ദേശിച്ച ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു 1000-1500 വീഡിയോകളും ഈ കുറച്ച് കാലം കൊണ്ട് ചെയ്തു. അപ്പോൾ ഇത്രയും വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല അത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. പിന്നെ ഈ മേഖലയിലേക്ക് വീഡിയോ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായി ഒരു ജോലി ഉണ്ടാകണം. ജോലി ഇല്ലാത്തവര് ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമ്മളെ ജോലി അതിന്റെ ഗ്യാപ്പിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വർക്കും കൂടിയാണ് ഉചിതമായ ഒരു പരിപാടി. നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം പോസ്റ്റ് ചെയ്യുക, നല്ല പുതിയ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക, നല്ലോണം എഴുതുക, അതുപോലെ തന്നെ വീഡിയോ ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ പ്രൊഫൈല് അല്ലെങ്കിൽ നമ്മളെ ഡാഷ്ബോർഡ്, അപ്പോൾ നമുക്ക് വരുന്ന മെയില്, ഇതെല്ലാം ശ്രദ്ധിച്ച്
മുന്നോട്ട് പോവുക.